നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് മറച്ചിടും എന്നൊക്കെ വീമ്പിളക്കി ഉണ്ടായ ഒരു മുന്നണി ഉണ്ടല്ലോ, ഈ നാട്ടിലെ സകല കുരുത്തം കെട്ടവന്മാരുടെയും ഒരു വമ്പൻ കൂട്ടായ്മ ഇന്ത്യ മുന്നണി. അവരിപ്പോ അപ്പാടെ പൊട്ടി പാളീസായി കിടക്കുകയാണ്. കോൺഗ്രസിനെതിരെ കടുത്ത വഞ്ചനാ കുറ്റം ആരോപിച്ച് DMK ഇന്ത്യ മുന്നണി വിട്ടതോടെ ഇന്ത്യൻ രാഷ്ട്രീയം വലിയൊരു ഭൂകമ്പത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. കാര്യം എന്താണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഈഗോ, പിന്നെ സ്വന്തം സഖ്യകക്ഷികളെ പുറകിൽ നിന്ന് കുത്തുന്ന രക്തത്തിൽ അലിഞ്ഞു പോയ അവരുടെ സ്വഭാവം. തമിഴ്നാട്ടിൽ DMK നൈസായിട്ട് തേച്ചൊട്ടിച്ചിട്ട് രാഹുലും കൂട്ടരും ഇന്നലെ കിളിർത്ത പുതിയ പാർട്ടിയായിട്ടുള്ള DVKയുടെ കൂടെ പോയി. ഒട്ടും ഉളുപ്പില്ലാതെ രാഹുൽ ഗാന്ധി വന്ന് വിജയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ചിരിച്ചുകൊണ്ട് നിന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. DMKയുടെ തെറിവിളി കേട്ട് ചെവി പൊട്ടിയ കോൺഗ്രസ് ഈ വലിയ നാണക്കേട് മറച്ചു വയ്ക്കാൻ തിടുക്കപ്പെട്ട് ഒരു പരിപാടി ഒപ്പിച്ചു. മല്ലികാർജുൻ ഖാർഗെയും രാഹുലും ഡൽഹിയിൽ പുതിയൊരു സഖ്യം അങ്ങോട്ട് പ്രഖ്യാപിച്ചു. TVK, CPM, CPI, VCK എന്നിവരെ ചേർത്ത് ഒരു പുതിയ മുന്നണിയാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിലെ കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളോട് ഇതിനെപ്പറ്റി ആരും ഒരു അക്ഷരം ചോദിച്ചിട്ടില്ല, കോൺഗ്രസിന് വലിയ അഹങ്കാരമാണ് എന്ന് പറഞ്ഞ് ഇടതു പാർട്ടികൾ തന്നെ ഇപ്പോൾ പരസ്യമായി കോൺഗ്രസിനെ എടുത്തിട്ട് അലക്കുകയാണ്. നോക്കണേ, സഖ്യം ഉണ്ടാക്കാൻ പോകുന്ന പാർട്ടിക്കാരോട് പോലും ചോദിക്കാതെയാണ് അവരെ ഉൾപ്പെടുത്തി സഖ്യം പ്രഖ്യാപിക്കുന്നത്. ഇദ്ദേഹം ആരാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്? ഇന്ത്യയിലെ യുവരാജാവോ? കോൺഗ്രസിന് അങ്ങനെ ഒരു വിചാരം ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഇന്ത്യ മുന്നണിയിലെ മറ്റാർക്കും അങ്ങനെ ഒരു വിശ്വാസം ഇപ്പോൾ ഇല്ല. രാഹുൽ ഗാന്ധി ഒരു മണ്ടനാണെന്നും നിർഗുണനാണെന്നും സംശയലേശമെന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളൊരു വീട് പണിയാൻ നോക്കുമ്പോൾ ആ വീട്ടിലുള്ളവർ തന്നെ തമ്മിൽ തല്ലി കസേരയ്ക്ക് വേണ്ടി പരസ്പരം വെട്ടിക്കൊള്ളുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പുറത്തൊരു അയൽക്കാരൻ യാതൊരു ബഹളവുമില്ലാതെ സ്വസ്ഥമായി വീട് പണിത് പണിക്കും പോയി ജീവിക്കുന്നു. ആ അയൽക്കാരനാണ് നമ്മുടെ നരേന്ദ്രമോദിയുടെ NDA സർക്കാർ. ഒരു കുഴപ്പവുമില്ലാതെ നാടിന്റെ വികസനവും നോക്കി അവരവരുടെ പാട്ടും നോക്കി പോവുകയാണ്. ഇവിടെ ഈ ഇന്ത്യ മുന്നണിയിലോ എന്നും അടിയും ഇടിയും കാലുവാരലും. ഇതിനെയാണ് ഈ ഒരു ഓപ്പർച്യൂണിസം എന്ന് പറയുന്നത്. അതായത് ഒരു തത്വവുമില്ല, അവസരം കിട്ടുമ്പോൾ സ്വന്തം കാര്യം മാത്രം നോക്കി ബാക്കിയുള്ളവന്മാരെ ചവിട്ടിത്താഴ്ത്തുന്ന ആ വൃത്തികെട്ട പരിപാടി. ഇങ്ങനെ അടിയും പിടിയുമായി നടക്കുന്നവന്മാർക്ക് എന്ത് വികസനം കൊണ്ടുവരാൻ പറ്റും? ചെറുപ്പക്കാർക്ക് ജോലി, രാജ്യസുരക്ഷ, പുരോഗതി, ഇതൊന്നും ഇവർക്ക് വിഷയമേ അല്ല. അധികാരത്തിൽ കയറുക, സ്വന്തം കുടുംബം വളർത്തുക, അഴിമതി നടത്തുക, അത്ര തന്നെ പരിപാടി. ഇവരൊക്കെ അധികാരത്തിൽ വന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പോലും പേടിയാകുന്നു. DMK പോയതോടെ ഇന്ത്യ മുന്നണിയുടെ തെക്കേ ഇന്ത്യയിൽ നട്ടല് തന്നെ ഒടിഞ്ഞു കിടക്കുകയാണ്. പൂ പറിക്കുന്ന ലാഘവത്തിൽ DMKയെ വലിച്ചെറിഞ്ഞ കോൺഗ്രസിനെ ഇപ്പോൾ ഈ മുന്നണിയിലുള്ള ആർക്കും ഒരു വിശ്വാസവുമില്ല. മമതയ്ക്കോ അഖിലേഷിനോ ആർക്കും. അത് കാരണം ബാക്കിയുള്ള പാർട്ടികളും ഉടനെ തന്നെ പുറത്തു ചാടുമെന്നാണ് കേൾക്കുന്നത്. ചീട്ടുകൊട്ടാരം പോലെ എല്ലാം കൂടെ താഴെ വീഴാൻ പോവുകയാണ്. ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തൊട്ടതെല്ലാം പാളുകയാണ്. മുന്നണി മര്യാദകൾ പോലും അറിയാത്ത ഇവരൊക്കെ എങ്ങനെ ഈ രാജ്യം ഭരിക്കുമെന്ന ചോദ്യം ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോലും ചോദിച്ചു തുടങ്ങി. ഈ രാഷ്ട്രീയ നാടകങ്ങളെല്ലാം കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ രാജ്യത്തിന് ആവശ്യം ഈ തമ്മിലടിക്കുന്ന ഒരു സ്ഥിരതയുമില്ലാത്ത പ്രതിപക്ഷ സഖ്യത്തെ അല്ല, നല്ല ഉറപ്പുള്ള വികസനം മാത്രം ലക്ഷ്യമുള്ള ശക്തനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ സർക്കാരിനെയാണ്. അതാണ് ഈ നാടിന് നല്ലത്. ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ ആ ഒരു സ്ഥിരതയ്ക്കേ കഴിയൂ. അല്ലെങ്കിൽ ഈ ആർത്തിപ്പണ്ടാരങ്ങളുടെ പൊറോട്ട് നാടകം കണ്ട് നമ്മൾ സാധാരണക്കാരുടെ നടുവടിയും. അത്രയും പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക് കേരള.